സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ നീക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവൻ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹീതമായ മനോഹരമായ ഈ വിശുദ്ധ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ശബത്ത് ദിവസമായ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മുടെ പരിശുദ്ധ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ദിവസത്തിൽ പകരുവാൻ, ഞങ്ങളെ സമ്പൂർണമായി അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കാൻ അങ്ങ് നൽകിയ ഈ വിലയേറിയ അവസരത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി നടത്തി ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നന്മകളെ ഓർക്കുന്നു. ആത്മീയവും ഭൗതികവുമായ നന്മകളെ ധാരാളമായിട്ട് ജീവിതത്തിൽ പകർന്നു. ഞങ്ങളുടെ ചിറകിന്റെ മറവിൽ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങളുടെ ഉള്ളം കൈ ഞങ്ങളെ വഹിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ദൈവികമായ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കിയതിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകളെ ഞങ്ങൾ ഓർക്കുമ്പോൾ അത് ഞങ്ങൾക്ക് എണ്ണുവാൻ അസാധ്യമാണ്. അത്രമാത്രം നിരവധിയായ ബഹുതമായ നന്മകളെ ഞാൻ ജീവിതത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവമേ, ഞങ്ങൾ അല്പനേരം നമ്മുടെ ശ്രദ്ധയിലായിരിക്കുമ്പോൾ അങ്ങ് ചെയ്യുന്ന നന്മകളെ ഞാൻ ഉണർന്നുകൊണ്ട്, അങ്ങ് നടത്തിയ വിധങ്ങളെ ഞങ്ങൾ ഉണർന്നുകൊണ്ട് യഥാർത്ഥമായി തന്നെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് സ്തുതിപ്പാൻ
ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിന്റെ ചിന്തകളും അങ്ങയുടെ ഹിതപ്രകാരം അങ്ങ് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരാധനയിലേക്ക് കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും പ്രാർത്ഥിക്കണമേ. വരേണ്ടുന്നവരെ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന് കാരണമാക്കിയിരുവാൻ അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ. സകല സ്തുതിയെയും മഹത്വവും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. ഇപ്പോൾ കീർത്തനത്തിൽ 40-ാമത്തെ പാട്ട് പാടാം. കീർത്തനത്തിൽ 40-ാമത്തെ പാട്ട്. സാധാരണ ആരാധന കീർത്തനത്തിൽ 1-ാമത്തെ സാധാരണ ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയമുള്ളവരെ പരമാനന്ദ
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം എപ്പോഴും നാമത്തിൽ ഉള്ളത്. എങ്കിലെങ്കിലങ്ങള് എപ്പോഴേക്ക് പറയുന്നു ഞാൻ പറഞ്ഞു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും ആയുള്ളോവേ, അരിഷ്ടമാകുകളായിരിക്കും ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശുദ്ധരുമാകുന്നു എന്നും നിനക്ക് വിരോധമായി വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്നുവെന്നും ഞങ്ങളുടെ പറയുന്നു. ആകയാൽ ഞങ്ങൾ അപ്പേ പ്രാപിക്കാം നിന്റെ അളവറ്റ കരുണയ്ക്കായോടി വരികയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയും ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഉടനെ ഞങ്ങൾക്ക് പകരം നാമത്തിനേൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നാമത്തിൽ ക്ഷമിക്കണമേ. നിന്നെ നിന്റെ ഇഷ്ടത്തിനെ കുറിച്ചുള്ള സത്യാവിനെയും നിന്റെ വചനത്തോടുള്ള ദുരിതമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തന്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന വാഗ്ദത്തം തന്നിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനം നൽകുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആരംഭവാക്യത്തിന് പകരമായി 91-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നീലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരുടെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പറയുകയാകുന്നു. രാത്രിയിൽ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും സഞ്ചരിക്കുന്ന മഹാമാരിയെയും നശിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത് വശത്ത് 10000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽക്കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലഹസ്തത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം നൽകും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും.
ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിലെ പ്രസാദം മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകനായി സ്തോത്ര കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതിനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിലുമാകുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നോടുള്ള സ്ഥിരമായ ഭയത്തിലും സ്നേഹത്തിലും നീ വളർത്തുന്നവരെ നിരന്തരം സഹായിച്ചു ഭരിക്കുന്ന കർത്താവെ, നിന്റെ വിശുദ്ധ നാമത്തെ ഇടപെടാതെ ഭയപ്പെട്ട് സ്നേഹിപ്പാൻ കൃപ അറിയണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ നീതി ജീവിച്ച് വാഴുന്ന നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ കീർത്തന പുസ്തകത്തില് പുതിയ പുസ്തകത്തിൽ 189 പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 189
പഴയ പുസ്തകത്തിൽ 171. വലിയ പുസ്തകത്തിൽ 171-ാമത്തെ പാഠം. വിശുദ്ധ പെന്തക്കോസ്തിന് ശേഷമുള്ള 3-ാം ഞായറായ ഇന്നത്തേക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന 1-ാമത്തെ ഭാഗം വിശുദ്ധ യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യം. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിന് ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി. സർവത്ര ഭീതി. ഞാൻ പലരുടെ യേശുവിന് കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പിൻ, ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷെ അവനെ വശത്താക്കാമെന്നും എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരെയൊക്കെയും പറയുന്നു. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ നീതിമാനെ ശോധന ചെയ്ത് അന്തരങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. എൻ്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, യഹോവയെ സ്തുതിപ്പിൻ. അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഇവിടെ 1-ാമത്തെ ഭാഗം വായിച്ചു തീർന്നു. വായിക്കുവാനായിട്ട്
തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വിദഗ്ധാതും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കും. ആകയാൽ പാപം നിങ്ങളുടെ മധ്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറി നീ വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും വരുത്. നിങ്ങൾ ദാസന്മാരെ അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുന്നു. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രന്മാരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു! ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരെ ഇരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇവിടെ ലേഖന വേദഭാഗം വായിച്ചു തീർന്നു. സഭയ്ക്ക് എനിക്ക് ഹല്ലേലൂയ പാടും. വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗവും 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗവും 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിനക്ക് മാത്രം ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്തെന്നാൽ, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ഇത് നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പഴക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനു മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെയാകുന്നത് ദാസന് മതി. അവർ വീട്ടുടയവനെ ബെൽസെബൂലെന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്താറുക. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. മറച്ചു വച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ഞാൻ വീട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറഞ്ഞു, ചെവി പറഞ്ഞു കേൾക്കുന്നത് ഉരമുകളിൽ നിന്ന് പോഷിപ്പിക്കുന്നു.
ദേഹത്തെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുന്നു. കാശിൽ 2 കുരുവിൽ കിട്ടുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോഗവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏത് കുരുവികളെക്കാളും നിങ്ങൾ വിശേഷിച്ചുള്ളവരല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നതിനെയോ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു. വേദഭാഗങ്ങൾ വായിച്ചു കേട്ട നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ പാലിക്കപ്പെട്ട് കന്യകയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടമനുഭവിച്ചു ക്രൂശിക്കപ്പെട്ട് മരിച്ചു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധമായ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തുസഭയിൽ പാപമോചനം ശരീരത്തിൽ നിത്യജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. 383-ാമത്തെ പാട്ട് പാടാം. പുതിയ പുസ്തകത്തിൽ 383, വലിയ പുസ്തകത്തിൽ 588. വലിയ പുസ്തകത്തിൽ 588.
ചെയ്യും ഞാൻ. നീയെന്നും എൻ്റെ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങും എൻ വേദനകൾ. പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനും രക്ഷകനുമായ ക്രിസ്തുയേശുവിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. പെന്തക്കോസ്തിന് ശേഷമുള്ള 3-ാം ഞായറായ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. വിവിധ ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ പരിശുദ്ധ സന്നിധി ഒരുമിച്ചുകൂടി ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങയെ ആരാധിപ്പാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് സ്തുതിപ്പാൻ അങ്ങ് തന്ന ഈ ദിവ്യമായ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനായി ധ്യാനിക്കുവാനായി ഇവിടെ ആയിരിക്കുന്നു. അങ്ങ് തന്നിരിക്കുന്ന ഈ തിരുവചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, ഈ വചനങ്ങളുടെ മർമ്മങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലങ്ങ് പകരണമേ. വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും വചനം സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ ആത്മാവിൽ നിറച്ച് അങ്ങ് വഴി നടത്തണമേ. വചനം കേട്ട് 30, 60, 100 മേൽ ഫലം കൊടുക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ 3 വേദഭാഗങ്ങളും നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ട് യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായവും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായവും നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വിളി, ക്രിസ്തുവിൻ്റെ വിളി നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ ദൈവിക വിളി നിറപടിയായിട്ട് നിവർത്തിക്കുക എന്നുള്ളതാണ് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്ന വസ്തുത. ദൈവിക വിളിക്ക് യോഗ്യമാവണ്ണം നാം ജീവിക്കുക എന്നുള്ളതാണ്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദൈവം വിവിധ വിളികൾ നൽകിയിരിക്കുന്നു. ഓരോരുത്തരെയും വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായി ദൈവം വിളിക്കുകയാണ്. എല്ലാ വിശ്വാസികൾക്കും ഒരേ ലക്ഷ്യമല്ല. ദൈവത്തിന്റെ വിളി ഒരുപോലെയല്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിളികളാണ്. ദൈവം ഓരോരുത്തരെയും തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നു. തന്റെ ദൗത്യം നിർവഹിക്കുവാൻ, തന്റെ ദാസരായിരിക്കുവാൻ ദൈവം വിളിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ദൈവം വിളി നൽകുന്നത്. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ യിരെമ്യാവ് ദൈവം തന്റെ പ്രവാചകനായിരിക്കുവാനായിട്ട് വിളിക്കുകയാണ്. തന്റെ പ്രവാചകനായിരിക്കുവാൻ, പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദി മൗത്ത് പീസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ വായ്. ദൈവത്തിന്റെ വായായിരിക്കുവാൻ യിരെമ്യാവ് പ്രവാചകനെ ദൈവം വിളിക്കുന്നു.
ദൈവത്തിന് നാവായിരിക്കുവാൻ, വായായിരിക്കുവാൻ ദൈവം ഇരമ്യാവിനെ വിളിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ യേശു തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുകയാണ്. ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ലേഖനം വിശുദ്ധ റോമർക്ക് ലേഖനം 6-ാം അധ്യായം 12 മുതൽ നോക്കുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരണത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധീകരണത്തിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പൊതുവെ എല്ലാ വിശ്വാസികൾക്കും ഉള്ള വിളി എന്ന് പറയുമ്പോൾ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സുവിശേഷം പോഷിക്കുവാൻ എല്ലാ വിശ്വാസികൾക്കും പൊതുവായ വിളിയുണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ ദൈവം നമ്മെ വിളിക്കുകയാണ്. നാം ആയിരിക്കും തലങ്ങളിൽ കർത്താവിനെ സാക്ഷീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു സാക്ഷ്യമാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരം ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതം എങ്ങനെ, നമ്മുടെ വാക്കുകൾ എങ്ങനെ, നമ്മുടെ ജീവിതം എങ്ങനെ സാക്ഷ്യമാണോ? മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്നുണ്ടോ നമ്മുടെ വാക്കുകൾ? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് പിൻപറ്റുവാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ഗുണം നമ്മളുണ്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ പ്രവൃത്തി എങ്ങനെ? നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർ നോക്കുമ്പോ ദൈവം നാം ദുഷിക്കുമോ, ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? അപ്പോ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു? അതെ, ഇരമ്യാവ് പ്രവാചകനെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുകയാണ്, തന്റെ പ്രവാചകനായിരിക്കുവാൻ വിളിക്കുകയാണ്. ഇരമ്യാവിന് ആ വിളിയോട്, ദൈവത്തിന്റെ വിളിയോട് ഇരമ്യാവ് പ്രകാരം പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇരമ്യാവ് അതിനെ പൂർണ്ണമായിട്ട് ദൈവിക വിളിക്ക് വിധേയപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിളിക്ക്, ആ നിയോഗത്തിന് വിധേയരാകുന്നു. നാം വിശുദ്ധീകരണത്തിന് വിധേയരാകുന്നുണ്ടോ? പാപം പലപ്പോഴും നമ്മെ അശുദ്ധരാക്കുന്നു. പാപം മൂലം നാം അശുദ്ധരായി തീരുകയാണ്. എന്നാൽ പാപത്തിന് വിധേയപ്പെടാതെ വിശുദ്ധ ജീവൻ നയിപ്പാനായി ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. നാം വിശുദ്ധിയോടെ കൂടി ജീവിക്കുന്നുണ്ടോ? വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവജനം പറഞ്ഞതനുസരിച്ച് പ്രതികൂലങ്ങളിൽ നാം തളരേണ്ട കാര്യമില്ല. പ്രതികൂലങ്ങളിൽ തളരാതിരിക്കുക. ഇരമ്യാവ് പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ നോക്കുക. അവിടെ ഇരമ്യാവ് പ്രതികൂലം കടന്നു വരുമ്പോ വ്യാകുലപ്പെടുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവിളി നിവർത്തിക്കുമ്പോ വിവിധതരം പ്രതികൂലങ്ങൾ സ്വാഭാവികമാണ്. ദൈവമക്കളായി ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ശിഷ്യരായി, അവരുടെ ദാസരായി ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങൾ സ്വാഭാവികമാണ് എന്നുള്ളതാണ്. പ്രതികൂലങ്ങൾ ധാരാളമുണ്ട്. തിരുവചനം പറയുന്നതനുസരിച്ച് നാം നോക്കുമ്പോൾ ഇരമ്യാവിനുണ്ടായ ചില പ്രതികൂലങ്ങൾ നോക്കാം. ആത്മസംഘർഷം, നിരാശ, സംശയം, ഇതൊക്കെ നമുക്കിവിടെ കാണുന്നതിനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങളുണ്ട്. ആത്മസംഘർഷം എപ്പോഴും നമുക്കുണ്ട്. ഒരുപക്ഷെ നിരാശ നമ്മെ അലട്ടാം. അതുപോലെ തന്നെ സംശയം എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഇവിടെ ഇരമ്യാവ് നിരാശനായിട്ട്, ആത്മസംഘർഷമുള്ളവനായിട്ട് കാണപ്പെടുകയാണ്. അതെ, ഇരമ്യാവ് അത് പറയുന്നുണ്ട്. തനിക്കെതിരായിട്ട് ശത്രുക്കൾ എഴുന്നേറ്റിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി നിന്നപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ദൈവത്തിന് ഇഷ്ടം അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം പ്രവാചകനെതിരായിട്ട് തിരിയുകയാണ്. എങ്ങനെ പ്രവാചകനെ തള്ളിയിടാം, എങ്ങനെ പരാജയപ്പെടുത്താം എന്ന് നോക്കുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലൊക്കെ എന്തെങ്കിലും കുറ്റം കണ്ടെത്താമോ എന്ന് ചിന്തിക്കുകയാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യ സ്വഭാവമാണത്.
സമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്ന വ്യക്തികളെ എങ്ങനെ താഴ്ച കാണിക്കാം എന്ന് ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് എന്താണ് എന്ന് കണ്ടെത്തുവാനുള്ള പരിശ്രമം. ഓരോരുത്തരും മറ്റുള്ളവരുടെ കുറവുകളെ അന്വേഷിക്കുകയാണ്, ഓരോരുത്തരും പോരായ്മകളെ അന്വേഷിക്കുകയാണ്. ജീവിതം എങ്ങനെ, അവന്റെ പ്രവൃത്തി എങ്ങനെ, അവന്റെ സംസാരം എങ്ങനെയെന്ന് നോക്കി തൂക്കുകയാണ്, വിലയിരുത്തുകയാണ്. എന്നാൽ സ്വന്തമായിട്ട് വിലയിരുത്തുന്നില്ല. സ്വന്തമായിട്ട് നമ്മൾ വിലയിരുത്താറുണ്ടോ? നമ്മുടെ ജീവിതം നോക്കാറുണ്ടോ? പുറത്തുനിന്ന് ഒരു വ്യക്തി നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് നാം ചിന്തിക്കാറുണ്ടോ? നമ്മുടെ പ്രവർത്തനം എങ്ങനെ, നമ്മുടെ സംസ്കാരം എങ്ങനെ എന്ന് നാം ചിന്തിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ കുറവുകളെ നാം അളന്നു നോക്കാറുണ്ട്. ഇവിടെ പ്രവാചകൻ ദൈവത്തിന്റെ വായായിരുന്ന് ദൈവത്തിന്റെ ഇഷ്ടം അറിയിച്ചപ്പോൾ പ്രവാചകനെതിരായിട്ട് ജനം തിരിയുന്നു. സ്വന്തം തെറ്റുകളെ, സ്വന്തം പാപങ്ങളെ ദൈവം ഉണർത്തിച്ചപ്പോൾ അത് അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. മനുഷ്യ സഹജം. ഇന്ന് തെറ്റുകളെ ആരെങ്കിലും ഉണർത്തിക്കുന്നുവെങ്കിൽ അവൻ ശത്രുവാണ്. അത് ഉൾക്കൊള്ളുവാനുള്ള മനോപക്വത ഇല്ല. ചെറിയവരായാലും വലിയവരായാലും അത് ഒന്ന് കാണാം. പ്രത്യേകിച്ച് മുതിർന്നവരായാൽ പോലും വാസ്തവം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നില്ല. കുറവുകളെ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രയാസമാണ്. വിശാല മനസ്സില്ല, മനസ്സിൽ ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് തലമുറ വിശാലമായിട്ട് ചിന്തിക്കുന്നവരായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇടുങ്ങിയ ചിന്താഗതി പാടില്ല. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ചിന്ത ഇതാണ് ലോകം, ഈ പൊട്ടക്കിണറാണ് ലോകം, ഇതിന് പുറത്തൊരു ലോകമുണ്ടെന്ന് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് അറിയത്തില്ല. ഇടുങ്ങിയ ചിന്താഗതിയിലായിരിക്കുകയാണ്. വിശാലമായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. വിശാലമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കണം. നമ്മെക്കുറിച്ച് നമുക്ക് ശരിയായ അവബോധം ഉണ്ടാകണം. പൂർണ്ണമായിട്ട് ആർക്കും സ്വയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. എങ്കിലും ഒരു 90% നാം നമ്മെക്കുറിച്ച് ശരിയായിട്ട് ചിന്തിക്കണം. ഞാൻ പെർഫെക്റ്റ് ആണോ? എന്റെ പ്രവർത്തനങ്ങൾ ശരിയാണോ? നമ്മുടെ കുറവുകളെ മറ്റുള്ളവർ ഉണർത്തിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ തെറ്റുകളെ ആരെങ്കിലും ഉണർത്തിക്കുമ്പോൾ ശത്രുതയോടുകൂടെ കാണാതെ നാം അത് ശരിയാണോ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം അത് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. നാം പാപത്തിന് വിധേയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് നാം മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രവാചകനിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമോ എന്ന് നോക്കുകയാണ്. പ്രവാചകൻ എങ്ങനെ ഉപദ്രവിക്കാം, പ്രവാചകൻ നേരെയുള്ള കുറ്റം ബോധിപ്പിക്കണമെന്ന് ശത്രുക്കൾ പറയുകയാണ്. അങ്ങനെ അത് കേട്ട് പ്രവാചകൻ മാനസികമായിട്ടും സംഘർഷത്തിലാണ്, ആത്മീയ സംഘർഷത്തിലാണ്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ 7-ാം വാക്യത്തിൽ യെരമ്യാവ് 20:7 പറയുന്നു, യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ്. സംസാരിക്കുകയും ഞാൻ നിലവിളിച്ചു, സാക്ഷ്യത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു എന്നിവിടെ പറയുകയാണ്. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്നയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു എന്ന് പറയുകയാണ്. നിന്റെ വചനം അറിയിച്ചത് മൂലം, നിന്റെ നാമം അറിയിച്ചത് മൂലം എനിക്ക് പരിഹാസവും നിന്നയുമാണ് ജനത്തിൽ നിന്ന് വരുന്നതെന്ന് പറയുകയാണ്. ഇനി ഞാൻ അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എന്റെ അസ്ഥിയിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു എന്ന് അവിടെ പറയുകയാണ്. ദൈവത്തിന്റെ വായായിരിക്കുവാൻ വിളിക്കപ്പെട്ട പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഇനി അവരെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് ഞാൻ പറഞ്ഞാലോ അതെന്റെ അസ്ഥിയിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു എന്നാണ്. പ്രവാചകന് ദൈവത്തിന്റെ വചനം സംസാരിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഇനി ഞാൻ അവനെ ഓർക്കയില്ല, അവന് നാമത്തിൽ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെയാണെന്ന് പ്രവാചകൻ പറയുകയാണ്. പ്രവാചകൻ വലിയ ഭാരത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പറയുന്നു, സർവത്ര ഭീതി, ഞാൻ പലരുടെയും യേശുവിനെ കേട്ടിരിക്കുന്നു എന്നാണ്. അതിനുശേഷം പ്രവാചകൻ പറയുന്ന പ്രത്യാശയുടെ വചനങ്ങൾ നാം നോക്കണം. പ്രവാചകൻ വളരെ ഭാരത്തിലാണ്.
പ്രയാസത്തിലാണ്. അതിനുശേഷം പ്രവാചകൻ പറയുന്നു, യിരെമ്യാവ് 20:11, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാഴിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ എന്ന് പറയുകയാണ്. അവിടെ പ്രവാചകൻ വളരെ ഭാരത്തിലായിരിക്കുന്നു, വളരെ മാനസികമായി വളരെ പ്രയാസത്തിലായിരിക്കുന്നു, മാനസികമായിട്ട് തകർന്നിരിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ പ്രത്യാശയുടെ വചനങ്ങൾ പ്രവാചകൻ ലഭിക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ വളരെ പ്രത്യാശയോട് പറയുകയാണ്, യഹോവ ഇതൊക്കെ ആയിക്കൊള്ളട്ടെ, പ്രതികൂലങ്ങളാണ് എന്റെ ചുറ്റുമെങ്കിലും, എന്റെ ചുറ്റും എനിക്ക് ചുറ്റും ശത്രുക്കളാണെങ്കിൽ തന്നെയും യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് ഒരു ദൈവമകന് ദൈവമകൾക്ക് മറ്റൊരു അനുഗ്രഹമില്ല. യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല എന്ന് പറയുകയാണ്. അതെ, ആ പ്രത്യാശയുടെ വാക്കുകളെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാർക്ക് നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി 10-ാം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ശിഷ്യന്മാരെ പകയ്ക്കുമെന്ന് കർത്താവ് മുൻകൂട്ടി ശിഷ്യന്മാരോട് പറയുകയാണ്. എന്റെ നാമം നിമിത്തം നിങ്ങളെ പകയ്ക്കും, നിങ്ങളെന്റെ നാമത്തിനായിട്ട് എന്റെ നാമം എടുത്തുകൊണ്ട് നിങ്ങൾ പോവുകയാണ്, എന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കുകയാണ്, എന്റെ നാമത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്, എന്റെ നാമനിമിത്തം നിങ്ങളെ ജനം പകയ്ക്കും എന്ന് കർത്താവ് മുൻകൂട്ടി ശിഷ്യന്മാരോട് പറയുന്നു. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. എന്റെ ശിഷ്യരായി എന്റെ ദാസരായി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ ചുറ്റുമുണ്ടാകും. നിങ്ങളെ ജനം പകച്ചുകൊണ്ട് വരാം, എന്നാൽ നിങ്ങൾ സഹിച്ചു നിൽക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവിന്റെ പറയുകയാണ്. നാം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളിൽ നാം തളരേണ്ട കാര്യമില്ല. അവസാനത്തോളം സഹിക്കുവാനുള്ള ശക്തി ദൈവാത്മാവ് നമുക്ക് തരികയാണ്. ഏത് പ്രതികൂലങ്ങളിലും ജീവിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, മുൻപോട്ട് പോകുവാൻ സാധിക്കാത്ത രീതിയിലായിരിക്കാം. പക്ഷേ ഇവിടെ പ്രവാചകൻ പറഞ്ഞതുപോലെ യഹോവ ഒരു മഹാവീരനെ പോലെ നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റുകയാണ്. ആർക്കും ഒരു ശത്രുവിനും ജയിക്കുവാനുള്ള സാധ്യതയില്ല നമ്മളെ മേൽ. അതുകൊണ്ട് ദൈവത്തിൽ വചനത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നാം നിൽക്കേണ്ടതായിട്ടുണ്ട്. പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അടുത്തതായിട്ട് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. വിശുദ്ധീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന പാപത്തോടുള്ള പോരാട്ടത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഭൗതികമായിട്ടുള്ള പോരാട്ടത്തിനേക്കാൾ അപ്പുറമായിട്ട് ആത്മീയമായ ഒരു പോരാട്ടം നമുക്കുണ്ട്. ശത്രുക്കളുടെ പോരാട്ടത്തിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ദുശ്ചിന്ത നമ്മുടെ വിശുദ്ധിയെ നശിപ്പിക്കുകയാണ്. തെറ്റായ പ്രവൃത്തികൾ, തെറ്റായ ജീവിതം നമ്മുടെ വിശുദ്ധിയെ നശിപ്പിക്കുകയാണ്. അതെ, നമ്മെ നാം വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കേണ്ടതായിട്ട്, നമ്മുടെ അവയവങ്ങളെ വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണം. വിശുദ്ധ റോമർക്ക് ലേഖനം 6-ാം അധ്യായം 19-ന്റെ 2-ാം വാക്യം നോക്കുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കാനാണ്. നിങ്ങൾ മുൻപ് നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായിട്ട്
നീതിക്ക് അരമല്ലായിട്ട് സമർപ്പിക്കണമെന്നാണ്. നീതിയുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതം നമുക്ക് ആവശ്യം. വിശുദ്ധിയുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യം. വിശുദ്ധിക്കായി, നീതിക്കായിട്ട് നമ്മെ സമർപ്പിക്കുവാനായിട്ട് ദൈവം പറയുന്നു. മുൻപ് നാം അശുദ്ധിയിലായിരുന്നു, അധർമ്മം നാം പ്രവർത്തിച്ചു, അധർമ്മത്തിൽ നാം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൽ നമ്മെ ദൈവം വീണ്ടെടുത്തിരിക്കുകയാണ്. നാം ഇനിയും നമ്മുടെ അവയവങ്ങളെ അധർമ്മത്തിനായിട്ട്, അശുദ്ധിക്ക് സമർപ്പിക്കുവാനായിട്ട് പാടില്ല. വിശുദ്ധിയിൽ നാം നമ്മുടെ ജീവിതങ്ങളെ പണിയണം. അതെ, അതിനുശേഷം റോമർക്ക് ലേഖനം 6:22 പറയുന്നു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനമാകുന്നു എന്ന് പറയുകയാണ്. ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകരുത്. ദൈവത്തിന് ദാസന്മാരായി, അവന്റെ ദാസരായ ശിഷ്യരായിട്ട് നാം തീരുന്നുവെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമെന്ന് ഇവിടെ പറയുകയാണ്. നാം അവന്റെ ദാസരായിരിക്കുവാൻ നാം വിളിക്കുകയാണ്. അവന്റെ ദാസരായിരിക്കുവാൻ പ്രവാചകനെ വിളിച്ചതുപോലെ, ശിഷ്യന്മാരെ വിളിച്ചതുപോലെ നമ്മയും വിശുദ്ധീകരണത്തിനായി വിളിക്കുന്നു. അവന്റെ ദാസരായിരിക്കുവാൻ, അവന്റെ വചനത്തിന് സാക്ഷികളാകുവാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. അത് ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്നിവിടെ പറയുകയാണ്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതെ, നമ്മുടെ വിശുദ്ധീകരണത്തിന് തടസ്സമായിരിക്കുന്ന പാപപ്രവൃത്തികളെ നാം ഉപേക്ഷിക്കുക. നമുക്കറിയാം നമ്മുടെ വിശുദ്ധിയെ നശിപ്പിക്കുന്നത് എന്തെല്ലാമാണ്. നമ്മുടെ വിശുദ്ധി ആത്മീകമായ ധാരാളം കാര്യങ്ങളുണ്ട്, ഭൗതികമായ ധാരാളം കാര്യങ്ങളുണ്ട്. ആത്മീകമായ കാര്യങ്ങളുണ്ട്, ഭൗതികമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കാം. ദൈവം നാം വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ സകല അശുദ്ധിയെ മാറ്റി നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. നമ്മെ തന്റെ സ്വന്തമാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. നമുക്ക് ദൈവിക സംരക്ഷണയിൽ ആശ്രയിക്കാം. അതെ, ദൈവത്തിന്റെ മക്കളെ സംരക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. 91-ാം സങ്കീർത്തനത്തിൽ 16-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്. ദൈവത്തിന്റെ മക്കളെ സംരക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, അവൻ നമ്മെ സംരക്ഷിക്കും. അവൻ തന്റെ മക്കളെ മാനിക്കുമെന്നുള്ള വാഗ്ദത്തം തന്നിരിക്കുകയാണ്. മത്തായി 10:32, ഇരമ്യാവ് 20:1 വായിക്കുമ്പോൾ നമുക്ക് കാണാം. അവൻ നമ്മെ സംരക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു, അവൻ നമ്മെ മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവിക വാഗ്ദത്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ സംരക്ഷിക്കും, അവൻ നമ്മെ മാനിക്കും, അവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇഹലോകപരമായ പ്രതികൂലങ്ങളിൽ തളരാതെ, പ്രയാസങ്ങളിൽ നാം വീണുപോകാതെ, നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ, ആ ബന്ധത്തിൽ നമുക്ക് മുന്നേറാം. നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം പ്രതികൂലങ്ങളുണ്ട്, ധാരാളം പ്രതിസന്ധി നമുക്ക് എന്നാൽ അവയിൽ നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രത്യാശയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സകല പ്രതികൂലങ്ങളെയും നമുക്ക് നേരിടാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ കൂടെ വസിക്കുകയാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. അവൻ നമ്മെ സംരക്ഷിക്കുന്നു, നമ്മെ ഉയർത്തുന്നു, നമ്മെ മാനിക്കുന്നു. അവൻ നമ്മുടെ സകല പ്രതികൂലങ്ങളിൽ നമുക്ക് വിടുതൽ നൽകുന്നു. ആ ഒരു ഉറപ്പോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതികൂലങ്ങളിൽ നമുക്ക് വിശ്വാസസ്ഥിരത പ്രകടിപ്പിക്കാം. പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുന്നേറാം. അതിനായി ദൈവത്തിന്റെ ആത്മാവിലൂടെ നമ്മെ ഏവരെയും സഹായിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നീക്കി ധർമ്മശേഖര വാക്യം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായ
പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവം, അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. അന്ന് ഞങ്ങളെ പ്രേരിപ്പിച്ച ഞങ്ങൾക്ക് ആരംഭിച്ചു കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ ശരിയായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ നൽകുവാൻ ദൈവമേ അന്ന് ഞങ്ങളെ പ്രാപ്തരാക്കുക. വചനം കേട്ട് നഷ്ടമാകുന്നവരായിട്ടല്ല, വചനത്തിലേക്ക് സംഗ്രഹിച്ച് ധ്യാനിക്കുന്നവരായി, വചനപ്രകാരം ചിന്തിക്കുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവമേ, നമ്മുടെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ധന്യമാക്കണം. ഓരോരുത്തരെയും കേൾക്കുകയായി കുടുംബമായി അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ കർത്താവ് അറിയുന്നവർ, ഒരു കുടുംബത്തിലെയും അവസ്ഥകൾ കർത്താവ് കാണുന്നവർ. ദൈവമേ, ഓരോ വ്യക്തി ചിന്തകളെയും അനുഗ്രഹിക്കണം. ഓരോ കുടുംബങ്ങളെയും നന്മകളാലും നിറയ്ക്കണം. രക്ഷിതാവേ, ഞങ്ങളുടെ വാർദ്ധക്യാവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കളും വാർദ്ധക്യ സഹജമായ ക്ഷീണതകൾ പ്രയാസങ്ങളുമായിരിക്കുന്നവർക്ക് ആവശ്യമായ ശരീരസുഖത്തെയും ബലത്തെയും നമുക്ക് നൽകണം. അദ്ദേഹത്തോടെ നമ്മൾ സാക്ഷികളായി ജീവിക്കാൻ ഇടയാക്കണം. ദൈവം മാതാപിതാക്കൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഉപകാരായ മക്കളെ സമീപോട്ട് പ്രാർത്ഥിക്കും. ഈ ലോകത്തിൽ അനുഗ്രഹരായില്ലാതെ കർത്താവിന്റെ വചനങ്ങളെ എപ്പോഴും ചോദ്യം ചെയ്യുന്നവരായി, ചോദ്യം ചെയ്ത് തുക പിടിക്കുന്നവരായി, വചനപ്രകാരം മുന്നേറുന്നവരായി കാണപ്പെടുവാൻ നമുക്ക് സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ വിദ്യാർത്ഥികളും കൈകുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളുടെ വചനത്തിൽ വേരൂന്നി വളരുവാൻ, കാന്തികവും പാതിക പ്രകാശമാകുന്ന വചനത്തിൽ വസിപ്പാൻ, വചനപ്രകാരം മുന്നേറുവാൻ ദൈവം ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണം. അങ്ങ് അന്വേഷിക്കുന്ന, അങ്ങ് ആരാധിക്കുന്ന, അങ്ങ് സ്നേഹിക്കുന്ന ഒരു തലമുറയാൽ രൂപപ്പെടുവാൻ തക്കവണ്ണം ഓരോരുത്തരും ഇടയാക്കണം. ഒരു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ദർശനം ഉദ്ഘാടനം നൽകണമേ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ പരിശുദ്ധാത്മാവ് അങ്ങ് നിറയ്ക്കണം. പരിശുദ്ധ രോഗാവസ്ഥയിലായിരിക്കുന്നവരോ പലതുമായ ഭാരപ്പെട്ട ആശുപത്രികളിൽ ഭവനത്തിലും നമ്മുടെ സന്നിധിയിലുമായിരിക്കുന്നവരോ കർത്താവെ പൂർണ്ണമായിരിക്കുന്നവരുടെ സൗഖ്യം വിടുതൽ പ്രദാനം ചെയ്യണമേ. മാനസിക പ്രയാസങ്ങളിലായിരിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആകുലതകൾ, ഭാരങ്ങൾ, വേദനകൾ അനുഭവിക്കണം. സ്വർഗീയമായ സമാധാനവും ആശ്വാസം നൽകണം. ഇത് ചൈതന്യം നൽകണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തികമായ ജീവിതത്തിലായിരിക്കുന്നവരോർക്കും, കടഭാരങ്ങളിലായിരിക്കുന്നവരെയും സമീപോക്കും, സാമ്പത്തിക ജീവിതത്തിലായിരിക്കുന്നവരെ പാർക്കണം. സമ്പത്ത് അനുഭവങ്ങളെ പ്രദാനം ചെയ്യണം. കടഭാരങ്ങളെ നീക്കണമേ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ കാശാണി ഹോസ്പിറ്റലുകൾ സഹായിക്കായി പ്രാർത്ഥിക്കും. ഇപ്രകാരം ഞങ്ങൾക്ക് നൽകുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളെ വളർന്ന് പങ്കുവയ്ക്കുവാൻ സഹായിക്കണം. ധാരാളം വിശ്വാസവും സഭയോട് ചേർക്കപ്പെടുവാനായിട്ട് ഇടയാക്കണം. ഞങ്ങളുടെ ആദ്യ നിർമ്മാണപ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഇനിയും ധാരാളം നിങ്ങൾക്ക് ആവശ്യമായിരുന്നവർ കർത്താവ് ഒരുമിച്ച് പൂർത്തീകരിക്കാൻ സഹായിക്കണം. അതിനുള്ള മുഖാന്തരങ്ങളെ അവരുടെ മാതൃകളെന്ന് പറഞ്ഞാൽ കർത്താവിനും ദേശത്തെയും ദേശവാസികളെ നോക്കും. അങ്ങ് ഒരിക്കൽ കൃഷ പ്രാപിക്കുവാൻ, അങ്ങ് ഒരിക്കൽ കൃഷ കാണുവാൻ ഇടയാകുന്നത്. ദൈവമേ, കൊറോണ ബാധിച്ച് പ്രഥമാശുപത്രിയിലായിരിക്കുന്നവരെ നോക്കും. പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ ബാധിച്ച് ധാരാളം അനുഭവിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ധാരാളം മരണപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ അവസ്ഥയിലേക്ക് മാറ്റം വരുത്തണമേ. ഈ മഹാമാരിയെ നീക്കണമേ. കർത്താവിനെ രോഗത്തിന് പൂർണ്ണമായിട്ട് നീക്കണമേ. കർത്താവ് പ്രത്യേകിച്ച് ഈ രോഗത്തിന് മധ്യയായിരിക്കുന്നവർക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ. രോഗത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ നഴ്സുമാരെയും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരെയും ശ്രമിക്കുമ്പോൾ കർത്താവെ ശരിയായി ചികിത്സിക്കുവാനുള്ള കൃപാവം നൽകണമേ. രോഗം പകരാതെ അതിനെ പാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് ശരിയായ മെഡിസിൻ കണ്ടെത്തുവാനൊക്കെ നമുക്ക് സഹായിക്കണം. ശരിയായ ചികിത്സ കണ്ടെത്തുവാനൊക്കെ നമുക്ക് സഹായിക്കണം. ഈ അവസ്ഥയിൽ എന്നതിനെ മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മഹാവ്യാധിയെ ഈ ലോകത്തെ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ദുഃഖത്തിലും
സമൃദ്ധി ആയിരിക്കും. കർത്താവേ, ഈ അവസ്ഥയിൽ മാറ്റം വരുത്തുന്ന ലോകത്തിൽ സമാധാനം ആശ്വാസവും പകരുന്നവരെ കർത്താവേ, നിങ്ങളുടെ പാദങ്ങളുടെ നയിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയപിതാവേ, ആമേൻ. ശ്രദ്ധിക്കാൻ നമുക്കിപ്പോൾ 409 പാട്ട് പാടാം. പ്രതിപുസ്തകത്തിൽ 409, വലിയ പുസ്തകത്തിൽ 595. രക്ഷകൻ കൈകളിൽ താങ്ങിടും. സഞ്ചാരിയാശുവിൽ ചാടിയ കുരിശിന്റെ പാതയിൽ ലോകമേതും യോഗ്യം നല്ലെനിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. അവനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിയ. അവനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിന. സിയോൻ സഞ്ചാരിയാൻ യേശുവിൽ ചാടിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാല് ഞാൻ ഭാരവും പാപവും വിട്ടു ഞാനോടുന്ന നേരം യേശുവേ നോക്കിടും. ഭാരവും പാപം ഓടുന്ന നേരവും യേശുവേ നോക്കിടും. സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനേ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേരഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻ കരം നൽകുമെൻ നീശനിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻ കരം നൽകുമെൻ നീശനിൽ എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടിരുന്ന മാസൂരി കാണിക്ക സമർപ്പിച്ചിരിക്കുന്നവർ എം റോബിൻസൺ ചന്തവിള,
ശാന്ത മൂന്നാമ്പ. ബിൽഡിംഗ് ഫണ്ട് കാണിക്ക നൽകിയിരിക്കുന്നവർ സെൽവരാജ് അനുഗ്രഹ, ശാന്ത ഊന്നാൻപാറ, ഡൊമിനിക്. വിശേഷ കാണിക്ക നൽകിയിരിക്കുന്നവർ പ്രതീക്ഷ ആൻഡ് പ്രദീപ്, സെൽവരാജ് ആൻഡ് ബീന, സന്ദീപ്, സാജൻ നവീന ദമ്പതികൾ, ലിയോൺ ദബോറ ദമ്പതികൾ, നിഖിൽ ദാസ്, അഖിൽ ദാസ്. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ദാതാവായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. ആയുഷ്വത്തിന്റെ 1-ാം ദിവസമായ ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പരിശുദ്ധ സ്ഥലത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, ഒരു മനസ്സോടെ ഐക്യതയോടെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുന്നവർ അങ്ങയുടെ പാദപീഠം അന്വേഷിപ്പാൻ, അങ്ങയുടെ മുഖം ദർശിപ്പാൻ അങ്ങ് നൽകിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ കൂടി വന്ന ഓരോരുത്തരെയും നമുക്ക് തന്നെ പാർക്കണമേ. ഈ മക്കൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകൾ അങ്ങ് സ്വീകരിക്കണമേ. കൂടുതലായിട്ട് ആലത്തിന് ഉച്ചയ്ക്ക് വേണ്ടി നൽകുവാനുള്ള പ്രാപ്തിയും സാമ്പത്തിക പദ്ധതിയും ഉയർച്ചയും ദൈവമേ, മാസൂരി കാണിക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ഒരു മാസക്കാലം ദൈവം നൽകിയ നന്മയുടെ ഒരു ഭാഗം ദശാംശമായി സമർപ്പിക്കാൻ കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ദൈവമേ, ഓരോ കുടുംബങ്ങളെയും നന്മകളായി നിറയ്ക്കണം. കൂടുതലായി ശുശ്രൂഷകൾക്കായി ദശാംശം നൽകുവാൻ തക്കവണ്ണം നീ ബലപ്പെടുത്തണം. ആത്മീയ നന്മകളാലും ഭൗതികമായ അനുഗ്രഹങ്ങളാലും പരിശുദ്ധ പിതാവേ, ബിൽഡിംഗ് ഫണ്ട് കാണിക്ക സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു. ആലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് കാണിക്ക നൽകിയിരിക്കുന്ന പ്രിയ മക്കളെ തന്നെ പാർക്കണം. ആലയത്തെക്കുറിച്ചുള്ള ആ കരുതലും എരിവും പ്രിയപ്പെട്ടവർക്ക് നാഗരികനായിട്ട് നന്ദി പറയും. കൂടുതൽ ഉത്സാഹത്തോടെ ഉണർവോടെ ആലയത്തിന്റെ പണികളിൽ പങ്കാളികളാകുവാൻ നീ സഹായിക്കുന്നു. പ്രിയപ്പെട്ട അധ്വാനത്തിൽ നിന്ന് പരിശ്രമത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന ഈ കാര്യം സ്വീകരിക്കുക. കൂടുതൽ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നു. പരിശുദ്ധ പിതാവേ, വിശിഷ്ടാൻ കാണി നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സെൽവരാജിനെ കുടുംബത്തെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ കുടുംബനാഥനെ നിങ്ങൾക്ക് പാർക്കണമേ. അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണം. ദൈവമേ, നാളെ മുതൽ പുതിയൊരു കമ്പനിയിൽ ജോലിക്കായി പ്രവേശിക്കുന്നു. കർത്താവിന്റെ തിരുകൃപ കൂടെ ഇരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിപ്പാനായിട്ട് സഹായിക്കണമേ. ആവശ്യമായ ധാരാളം വർക്ക് ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. അദ്ദേഹത്തിനെ കുറിച്ചിരിക്കുന്ന മറ്റുള്ള വിശ്വാസത്തിനായി, പ്രത്യാശയ്ക്കായി, ദൈവാശ്രയത്തിനായിട്ട് പറയും. കുടുംബനാഥയും പ്രിയമകളെ തന്നെ പാർക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബനാഥയായി എപ്പോഴും പ്രാർത്ഥിച്ച് ആഗ്രഹിപ്പാൻ, പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിപ്പാൻ പ്രിയമകളെ സഹായിക്കണം. പ്രിയമക്കൾ സമർപ്പിച്ചിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കുന്നു. പരിശുദ്ധ പിതാവെ, വിശിഷ്ടാൽ കാണിക്ക് നൽകിയിരിക്കുന്ന പ്രതീക്ഷ ഞാൻ പ്രതീക്ഷനവും പ്രാർത്ഥിക്കും. പ്രിയമകളെ തന്നെ പാർക്കണമേ. ചെറുപ്രായത്തിൽ തന്നെ നല്ല ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും വളരുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. പഠന മേഖലകളിലും മറ്റെല്ലാ തലങ്ങളിലും ശോഭിപ്പാനായിട്ട് ഇടയാകണം. ിന്റെ മാതാപിതാക്കളെയും കർത്താവ് അനുഗ്രഹിച്ച് പാലിക്കണം. നൽകിയിരിക്കുന്ന കാണിക്കൽ സ്വീകരിക്കണം. പരിശുദ്ധ കർത്താവെ, സ്തോത്ര കാണിക്ക് നൽകിയിരിക്കുന്ന സന്ദീപിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദ്ദേശത്തോടു കൂടി കാണിക്ക് നൽകിയിരിക്കുന്നുവെന്ന് കർത്താവ് അറിയുന്നുവല്ലോ. ദൈവമകന്റെ
ഹൃദയത്തിൽ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം പ്രാർത്ഥനകൾക്കൊത്തവണ്ണം എന്ന് പ്രവർത്തിക്കണമേ. പ്രിയമകൻ യൗവന കാലഘട്ടത്തിലായിരിക്കുന്നവർ തന്റെ സിദ്ധാവായ ദൈവത്തെ ഓർത്ത് ജീവിപ്പാൻ എപ്പോഴും അങ്ങോട്ട് ചേർന്ന് വസിപ്പാൻ പ്രിയമകനെ സഹായിക്കണമേ. സന്ധ്യയുടെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. പാപകാലം പാപ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന നൽകണമെന്ന് നൽകിയിരിക്കുന്ന കാണികൾ സ്വീകരിക്കണം. പരിശുദ്ധ പിതാവെ, വിശിഷ്ട കാണികൾ നൽകിയിരിക്കുന്ന ലിയോണെയും ഡബോറയെയും ഈ സമയം പ്രാർത്ഥിക്കും. പ്രിയ കുടുംബനാഥയെയും പാർക്കണമേ. പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയവും ഭൗതികമായ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ശ്രദ്ധിക്കുന്നു. അവർക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. ദാനത്തിനെയും ദാനമെന്ന പ്രിയ മകനെയും ഈ സമയം ഓർക്കുന്നു. രണ്ട് പകരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. ചെറുക്കാലത്തിൽ തന്നെ പരിശുദ്ധാത്മ നിലവോടുകൂടെ വളരുവാൻ സഹായിക്കണമേ. ആത്മീയമായും ഭൗതികമായും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ശോഭിപ്പാൻ ഇടയാക്കണം. ദൈവമേ, ലിയോന്റെയും ഡബോറയുടെയും കുടുംബജീവിതത്തിലെ ഏറ്റവും ധന്യവും ശ്രേഷ്ഠമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ നൽകിയിരിക്കുന്ന കാണികൾ സ്വീകരിക്കണം. പരിശുദ്ധ പിതാവെ, വിശിഷ്ട കാണികൾ നൽകിയിരിക്കുന്ന സാജിനെയും മെറീനെയും ഈ സമയം ഓർക്കുന്നു. ദൈവമേ, പ്രിയ കുടുംബനാഥയെയും ഈ സമയം ഓർക്കുന്നു. സാജിന്റെ അധ്വാനങ്ങളെ പരിശ്രമങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ശോഭിപ്പാൻ, കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പരിശ്രമിക്കുവാൻ, ഉയർച്ച പ്രാപിപ്പാൻ ഇടയാക്കണമേ. കുടുംബനാഥയെയും ഈ സമയം ഓർക്കുന്നു. ദൈവമേ, പ്രിയ മകളെ നമുക്ക് ബലപ്പെടുത്തണമേ. ദൈവങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ശരിയായ ഉപജീവന മാർഗത്തെ തുറന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായിട്ട് നൽകിയിരിക്കുന്ന മകനെ ഓർക്കുന്നു. ഏതെന്ന പ്രിയ മകനെ പ്രാർത്ഥിക്കണം. വിശുദ്ധായവർ തന്നെ പരിശുദ്ധാത്മാവ് നിറവേറ്റുവാൻ സഹായിക്കണം. മാനസികമായും ശാരീരികമായും വ്യക്തിപരമായും നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് വളരുവാൻ സഹായിക്കണം. നൽകിയിരിക്കുന്ന കാണിക്കനുസരിച്ച് പരിശുദ്ധ കർത്താവെ, വിശിഷ്ട കാണിക്ക് നൽകിയിരിക്കുന്ന അഖിൽദാസിനെ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ പ്രാർത്ഥിക്കണമേ. മറ്റൊന്നാവശ്യമായിരിക്കുന്ന ശരീരസുഖത്തെയും നൽകണമേ. പഠിക്കുവാൻ ബുദ്ധിയും ജ്ഞാനം കൃപകളും വരങ്ങളും താഴ്ന്നുകളും കൊണ്ട് പ്രിയ മകനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിക്കുവാൻ സഹായിക്കണമേ. അതിൻ്റെ പാപകാലം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാകുന്നു. ശാരീരികവും മാനസികവുമായുള്ള എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മൾ നീട്ടിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന വലിയ വിടുതലിനായിട്ട് നന്ദി പറയുന്നു. പ്രിയമകൻ വിശ്വാസത്തോട് നൽകിയിരിക്കുന്ന കാണിക്കുന്ന സ്വീകരിക്കുന്നു. പരിശുദ്ധ വിശിഷ്ട കാണി നൽകിയിരിക്കുന്ന നിഖിൽദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയമകനെ അനുഗ്രഹിക്കണം. പ്രിയമകന്റെ പഠനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൃപകളുമെന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠന മേഖലയിൽ എല്ലാ തലങ്ങളിലും ശോഭിപ്പാനായിടയാക്കണം. വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാനായി സഹായിക്കണം. പരിശുദ്ധ പിതാവിന്റെ ഫലമായ പ്രാർത്ഥനകളുമായി യാചനകളുമായി നമ്മുടെ സ്ഥലത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും ഈ സമയം നോക്കും. ദൈവമേ, ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പങ്കെടുക്കുന്നവരെ ഓർക്കുന്നു. ഭവനങ്ങളിൽ കാണിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധന ശ്രദ്ധിക്കുന്ന പ്രിയ മക്കളെ ഈ സമയം ഓർക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ പ്രാർത്ഥനകളിൽ കൂടെ ഇരിക്കണമേ. കർത്തവ്യത്തിലുള്ള ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുവാൻ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങൾ അങ്ങ് തുറക്കണമേ. ഈ ആവശ്യങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹപ്രദമാക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പ്രിയ പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിഷ്ടം പോലെ ഭൂമിയിലുമാകണം. കടക്കാരോട് ശിക്ഷിക്കുന്നത് പോലെ പാപകടങ്ങളെ നിങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകലത്തിൽ രാജ്യത്തെ ശക്തിയുമാകും എന്ന് നേരിട്ട് അങ്ങേക്കുള്ളത്. ആമേൻ. നിങ്ങളെ അനുഗ്രഹിച്ചു തിരുമുഖ നിങ്ങളുടെ
പ്രത്യാശ